സാന്ത്വനത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെയും നമ്മുടെ ആര്യനെയും കൂടി ഒന്നിപ്പിക്കാനുള്ള എല്ലാ വഴിയും കൂടെ നമ്മുടെ മീനാക്ഷി നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീദേവിയുടെ കാര്യങ്ങളും രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ നിലയ്ക്കാണ് ദേവിയേട്ടത്തിയുടെ പോക്കെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും ചേച്ചി. നമ്മളൊന്നും ഒരു കാര്യത്തിലും ഇങ്ങനെ ഇടപെടാറില്ലല്ലോ. ഇവരോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല. ഇവർക്ക് നാണോ ഇല്ല മാനോ ഇല്ലാത്ത പോലെ. എനിക്ക് തോന്നുന്നു ഇവർ അഭിനയിക്കുകയാണോ അത് നമ്മളെ കുടുംബം തകർക്കുകയാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് മീനാക്ഷിയും ഇത്രയും. പിന്നീട് വീണ്ടും ഗോമതി പറഞ്ഞതൊന്നും അനുസരിക്കാണ്ട് ആനന്ദിന് ഭക്ഷണമായി പോകുകയാണ് നമ്മുടെ ദേവി മോള്. ഇത്തവണ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ദേവി ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു മൈൻഡും ചെയ്യാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുക്കളയ്ക്ക് വന്ന ദേവീനെ ശരിക്കും മാറ്റി ഓടിക്കുന്നുണ്ട് ഗോമതി. വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ വരുന്നുണ്ട് നമ്മുടെ ദേവിമോളുടെ അമ്മ. അമ്മ വന്നു കഴിഞ്ഞിട്ട് ഇത്രയ്ക്കും മീനാക്ഷിക്കൊക്കെ കിട്ടും ഒരു പാരയാണ് പണിയുന്നത്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും മീനാക്ഷിയും ഇത്രയും ചെയ്യാത്തൊരു കാര്യമല്ലേ ഇത് എൻ്റെ ദേവിമോള് ചെയ്യുന്നത്. ഭർത്താവിന് ചോറ് കൊണ്ടു കൊടുക്കണത് ഇത്ര വല്ലാത്ത പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കും. അത് നല്ല കാര്യം തന്നെയാണെന്ന് ബാലന് സമ്മതിക്കും. സമ്മതിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. അതോടുകൂടി ഗോമതിക്ക് അവിടെ ഒരു വിലയില്ലാണ്ടായി. ഗോമതിയുടെ വാക്ക് കേൾക്കാണ്ട് വീണ്ടും വീണ്ടും ആനന്ദിന് ഭക്ഷണമായി പോകുന്നുണ്ട് നമ്മുടെ ശ്രീദേവി. അതോടുകൂടി ഗോമതി വല്ലാണ്ട് അസ്വസ്ഥയാവുന്നുണ്ട്. കാരണം ഇനി ഇത്രയും നാളും താൻ പറഞ്ഞ എന്ത് കാര്യങ്ങളും ബാലേട്ടൻ അനുസരിക്കുകയായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. അങ്ങനെ ബാലൻ കൊണ്ടുവയ്ക്കുന്ന ബാഗൊക്കെ ഗോമതി എടുത്ത് വെക്കാണ്ടായി. അവിടെ ടേബിളുമ്മ തന്നെ വെക്കി വന്നിട്ട് പറയും, കൊണ്ടുവച്ചോ, ദേവിമോളല്ലേ, ബാലച്ചൻ്റെ ദേവിമോള്, നീ എന്നെ ചെയ്തോ, ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും എല്ലാ ഭരണവും നീ അല്ലേ ഏറ്റെടുത്തേക്കണത്, അതുകൊണ്ട് നീ ചെയ്തോ എന്ന് പറഞ്ഞായിട്ട് ഗോമതി പരിഹസിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ മീനാക്ഷി വീണ്ടും പരിഹസിച്ചൊരു ചിരി ഇരിക്കുന്നുണ്ട്. കാരണം അന്ന് ആകാശിനെ കളിയാക്കിയത് കൊണ്ട് തന്നെയാണ് പകരം വീട്ടിലായിരുന്നു. പിന്നീട് മോശമാണ് നമ്മുടെ ദേവി മോളോടുള്ള നിൻ്റെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് ബാലൻ വഴക്ക് പറയുന്നുണ്ട് ഗോമതിയെ. എന്തായാലും അമ്മ വിളിച്ചു വരുത്തിയിട്ട് മോള് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അമ്മ വന്നെങ്കിലും കൂടി മോളെ ഉപദേശിക്കണം. അമ്മ, എടി പൊട്ടിക്കാളി, നീ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നീ കുറച്ചും കൂടെ ഇവിടെ പിടിമുറുക്കണം. അതും പ്രത്യേകിച്ചും ആനന്ദ് മോനെ ആയിട്ടുള്ള ഇതിലാണ് നീ പിടിമുറുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിയും മോളെ. നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിനക്കറിയാലോ. ആ ലോക്കറിലിരിക്കുന്ന സ്വർണം എങ്ങാനും കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും. അത്രയധികം നുണകൾ പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടത്തിയത്. അത്രയധികം കാശ് നമ്മൾ ഇവരെ കൊണ്ട് ചിലവാക്കിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻ അറിയാലോ, വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള രീതിയിൽ ബാലന്. അതുകൊണ്ട് മോളെ, നീ കുറച്ചും കൂടെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് നീങ്ങണം. അല്ലെങ്കിൽ നിൻ്റെ ഇവിടുത്തെ ജീവിതം പോക്കണം മോളെ. ഇത്ര എനിക്ക് പറയാനുള്ളൊരു പൊട്ടിക്കാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിനെ അമ്മ ഇങ്ങനെ ഉപദേശിക്കുന്നു. ദേവിയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ടെൻഷനുണ്ട്. പക്ഷേ എല്ലാത്തിനേക്കാളും വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അമ്മയും മോളും കൂടെ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഗോമതിക്ക് കേൾക്കണം. ഗോമതിക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. ഇവർ വല്ലാത്ത ചതിയിലാണ് പാലേട്ടനെ കൊണ്ടുപെടുത്തിയത്. അപ്പോൾ ഇവർക്ക് സ്വത്തും പണവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നപ്പോൾ ആര്യം പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് ഗോമതിക്ക് മനസ്സിലാവണം. ഗോമതി അങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യും, ആരോട് പറയും, മീനുവിനോട് പറയണം, മിത്രനോട് പറയണോ എന്നാലോചിച്ച് ഗോമതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഗോമതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്വത്തും സ്വർണ്ണമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള കാര്യം അറിഞ്ഞ് ഗോമതി ആകെ തകർന്നു പോകുന്നുണ്ട്.